ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ ഗണേശായ നമഃ. ഓം ശ്രീ സരസ്വത്യേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്യേ നമഃ. സൗന്ദര്യലഹരി. ഭഗവതി നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മംഗളാചരണം. സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായതേ നമഃ. ഹരിയോ. ശ്ലോകം 47. ഭ്രുവൗ ഭുഗ്നേ കിഞ്ചിത് ഭുവനഭയഭംഗവ്യസനിനി ത്വദീയേ നേത്രാഭ്യാം മധുകരരുചിഭ്യാം ഹൃദഗുണം ധനുർമന്യേ സവ്യേതരകരഗൃഹീതം ഹൃദിപദേഃ പ്രകോഷ്ഠേ മുഷ്ടൗ ച സ്ഥഗയതി നിഗൂഢാന്തരമുമേ. പദച്ഛേദം ചെയ്യാം. ഭ്രുവൗ ഭുഗ്നേ കിഞ്ചിത് ഭുവനഭയഭംഗവ്യസനിനി ത്വദീയേ നേത്രാഭ്യാം മധുകരരുചിഭ്യാം ഹൃദഗുണം ധനുർമന്യേ സവ്യേ തരകരഗൃഹീതം ഹൃദിപദേഃ പ്രകോഷ്ഠേ മുഷ്ടൗ ച സ്ഥഗയതി നിഗൂഢാന്തരം ഉമേ. പദാർത്ഥം പറയാം. ഹേ ഭുവനഭയഭംഗവ്യസനിനി, ലോകവാസികളായ പ്രാണികൾക്ക് അഭയദാനം ചെയ്യുന്നതിൽ താൽപ്പര്യത്തോടു കൂടിയ അല്ലയോ പരമേശ്വരി. ഹേ ഉമേ, അല്ലയോ ഉമാദേവി. ത്വദീയേ, നിന്തിരുവടിയെ സംബന്ധിച്ചവയും കിഞ്ചിത് ഭുഗ്നേ, കുറഞ്ഞൊന്നു വളഞ്ഞവയുമായ ഭ്രുവൗ, പുരികക്കൊടികൾ. നമ്മൾ ഭ്രൂമധ്യത്തിൽ എന്നൊക്കെ പറയാറില്ലേ, അപ്പോൾ പുരികക്കൊടികളുടെ മധ്യത്തിൽ നിന്നർത്ഥം. അപ്പോൾ ഭ്രുവൗ, പുരികക്കൊടികൾ. മധുകര രുചിഭ്യാം, ഭ്രമരകാന്തിയുള്ളവയായ നേത്രാഭ്യാം, കണ്ണുകളാൽ. ധൃതഗുണം, സമ്പാദിക്കപ്പെട്ട ജ്ഞാനോടു കൂടിയതായും. സവ്യേതരകരഗൃഹീതം, വലത്തു കയ്യാൽ ധരിക്കപ്പെട്ടതായും. പ്രകോഷ്ഠേ, പ്രകോഷ്ഠവും അതായത് കൈമുട്ടിൻ്റെ കീഴ്ഭാഗത്തിനാണ് പ്രകോഷ്ഠം എന്ന് പറയാം. മുഷ്ടൗജ, മുഷ്ടി, നമ്മളൊരു മുഷ്ടി പറയില്ലേ, കൈവിരലുകൾ ചുരുട്ടിപ്പിടിച്ചത് മുഷ്ടി. സ്ഥഗയതി സതി, മറച്ചിരിക്കും സമയത്തെങ്കിൽ. നിഗൂഢാന്തരം, നാസികാദണ്ഡാകാരമായ പ്രകോഷ്ഠമുഷ്ടികളാൽ മറയപ്പെട്ട മധ്യഭാഗത്തോടു കൂടിയതുമായ രതിപദേഃ, കാമദേവൻ്റെ. രതിപതിയാരാ? രതി കാമദേവൻ്റെ പത്നിയാണ്, രതിയുടെ പതി. അപ്പോൾ കാമദേവൻ്റെ ധനുഹു, വില്ല്. ഇതി, വില്ലാണോ എന്ന് മന്യേ, ഞാൻ ശങ്കിക്കുന്നു. എല്ലാം ശങ്കരാചാര്യർ ശങ്കിക്കുകയാണ്, സങ്കല്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ എന്താ ഇവിടെ പറയുന്നത്? നമ്മൾ 42-ാമത്തെ ശ്ലോകം മുതൽ കണ്ടു. ഭഗവതിയുടെ കിരീടം മുതൽ മുടി പിന്നിട്ട് മുടിയുടെ മധ്യഭാഗത്ത് ഉള്ള ആ ചാലായിട്ട് പോയ അത്, അവിടെ സിന്ദൂരം ചാർത്തിയത്, പിന്നെ നെറ്റിയെ പറ്റി കണ്ടു. അളക സുഷമ നെറ്റിക്ക് കുറുനിര വീണതിനെ പറ്റി കണ്ടു. ആ ചന്ദ്രക്കല പോലെയുള്ള നെറ്റിയെ പറ്റിയാണ് നമ്മൾ, നെറ്റിത്തടത്തെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിലൊക്കെ കണ്ടത്. ഇവിടെ എന്താ പറയുന്നത്? പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ നാം പുരികക്കൊടി, 2 പുരികക്കൊടി. അത് കാമദേവൻ്റെ വില്ലാണ് പോലെ വളഞ്ഞിട്ട്, അതായത് വില്ലാണോ എന്ന് ശങ്കിക്കുകയാണ്. എന്താണ് പറയുന്നത്? ഈ മൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഈ 2 ഭ്രൂവിനും മധ്യത്തിൽ കാമദേവൻ്റെ മുഷ്ടി കൊണ്ട് പിടിച്ചിട്ട് ഒരു വില്ല്, ഒരു ശര അയക്കാൻ വേണ്ടി പിടിക്കുമല്ലോ വില്ലിനെ, വില്ലിൻ്റെ ഞാണ് പിടിക്കുമല്ലോ, അത് അപ്പോൾ മുഷ്ടി, ആ 2 ഭ്രൂമധ്യത്തിൻ്റെ നടുക്ക് കാമദേവൻ്റെ മുഷ്ടി പോലെ, അതായത് കൈയുടെ
ഈ മുഷ്ടി മുതൽ കൈയുടെ എന്താ പറയണ്ടേ പ്രകോഷ്ഠം, കൈമുട്ടിൻ്റെ കീഴ്ഭാഗം വരെ, അതാണ് മൂക്കായിട്ട് പറയുന്നത്. ആ മൂക്ക് കാമദേവൻ്റെ മുഷ്ടി പിടിച്ച കൈയുടെ കീഴ്ഭാഗം വരെയുള്ള സ്ഥലമായിട്ടാണ് ഇവിടെ സങ്കല്പിക്കുന്നത് ശങ്കരാചാര്യർ. നമ്മൾ അങ്ങനെ സങ്കല്പിച്ച് നോക്കണം. ഭഗവതിയുടെ കിരീടം മുതൽ താഴോട്ട് ഇവിടെ മൂക്ക് വരെ എത്തി. കണ്ണിൻ്റെ കണ്ണെത്തിനില്ല, കണ്ണ് അടുത്ത ശ്ലോകത്തിൽ പറയും. 2 പുരിക കൊടിയെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് സാരം കാണാം. ജഗദ്വാസികളുടെ ഭയത്തെ ഇല്ലായ്മ ചെയ്യുന്നതിൽ താല്പര്യത്തോടു കൂടിയ അല്ലയോ ഉമാദേവി. അതായത് ഈ ലോകത്തിലുള്ള എല്ലാ ജനങ്ങളുടെയും ഭയത്തെ ഇല്ലാതാക്കും. നിന്തിരുവടിയുടെ അല്പം വളഞ്ഞിരിക്കുന്ന പുരികക്കൊടികൾ വണ്ടുകളോട് സാദൃശ്യമുള്ള കണ്ണുകളാൽ സമ്പാദിക്കപ്പെട്ട ഞാണോട് കൂടിയത്. ഇത് കണ്ണെങ്ങനെയാണ്? വണ്ടുകളോട് സദൃശ്യമായ കണ്ണുകൾ, കരിവണ്ടിൻ്റെ പോലെ നല്ല കറുത്ത പീലിയിലുള്ള കണ്ണുകൾ, നല്ല വണ്ടുകളെ പോലെ അങ്ങനെ കണ്ണുകളാൽ സമ്പാദിക്കപ്പെട്ട ഞാണോട് കൂടിയതും കാമദേവൻ്റെ വലത്തെ കൈയിൽ ധരിച്ചിരിക്കുന്നതും. ഇവിടെ സൗവ്യ എന്ന് പറയുന്ന ചില സ്ഥലങ്ങളിൽ ശ്ലോകത്തിൽ ഇടത്തെ ഭാഗമെന്നും പറയുന്നുണ്ട്, ചില സ്ഥലങ്ങളിൽ വലത്തെ ഭാഗമെന്നും പറയുന്നുണ്ട് കേട്ടോ. ഈ സൗന്ദര്യലഹരി തന്നെ പറയുന്നുണ്ട്. അപ്പം കാമദേവൻ്റെ വലത്തെ കൈയിൽ ധരിച്ചിരിക്കുന്നതും നാസികാദണ്ഡ രൂപമായ, അതാണ് നാസിക പറഞ്ഞ മൂക്ക്, നേരത്തെ പറഞ്ഞതാണ്. നാസികാദണ്ഡ രൂപമായ പ്രകോഷ്ഠമുഷ്ടികളാൽ മറയ്ക്കപ്പെട്ട മധ്യപ്രദേശത്തോടു കൂടിയതുമായ വില്ലാകുന്നു എന്ന് ഞാൻ ശങ്കിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്. അതായത് അവിടെ ആ 2 പുരികക്കൊടിയുടെ മധ്യത്തിൽ കാമദേവൻ്റെ മുഷ്ടിയാണ് എന്നാണ് ചിന്തിക്കപ്പെടുന്നത്. ഇവിടെ ഈ ശ്ലോകത്തിൽ ഭഗവതിയുടെ പുരികക്കൊടികളെ വില്ലിൻ്റെ രൂപത്തിൽ വർണ്ണിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഒന്ന് സങ്കല്പിച്ച് നോക്കണം. ഭഗവതിയുടെ ആ മുഖവും പുരികക്കൊടിയും ഒക്കെ അല്പം വളഞ്ഞ ആ വില്ലിൻ്റെ രൂപത്തിൽ. വില്ലിൻ്റെ നടുഭാഗത്ത് ഇങ്ങനെ ഒരു ഭാഗം ഉണ്ടാവില്ല, അവിടെയാണ് മുഷ്ടി പിടിച്ചിട്ടുള്ളത്. അത് മുഷ്ടിയും കൈമുട്ടും വരക്കുള്ള ഭാഗമാണ് മൂക്കായിട്ട് ഇവിടെ സങ്കല്പിച്ച് പറഞ്ഞിട്ടുള്ളത്. ഹരി ഓം. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം കായേന വാചാ മനസേന്ദ്രിയർവ്യാം ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീമന്നാരായണായേതി സമർപ്പയാമി. ശ്രീ മഹാദേവേതി സമർപ്പയാമി. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.